മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ടെന്നും സർക്കാർ പറഞ്ഞു. എന്നത്തേക്ക് പെൻഷൻ നൽകാമെന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാർ സമയം നീട്ടി ചോദിച്ചു. ഹർജി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, സമയം നീട്ടി ചോദിക്കുക, രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുക, ഇതാണോ സർക്കാരിന് മുന്നിലുള്ള വഴി? അടിമാലിയിലെ മറിയക്കുട്ടിക്ക് എന്നത്തേക്ക് പെൻഷൻ നൽകാനാകും എന്നുള്ള കാര്യത്തിൽ വിശദീകരണം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ സർക്കാർ കൂടുതൽ സമയം ചോദിക്കുകയാണ് ചെയ്തത്. അതേസമയം ഇത്തരത്തിൽ പെൻഷൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. ഈ ഘട്ടത്തിൽ കോടതി ചോദിച്ചത് പെൻഷൻ തുക ലഭിക്കാതെ മറിയക്കുട്ടിയെ പോലുള്ളവർ എങ്ങനെ ജീവിക്കും എന്നാണ്. 1600 രൂപയാണ് ഇവർക്ക് പ്രതിമാസം വിധവാ പെൻഷനായി ലഭിക്കേണ്ടത്. ഇത് മുടങ്ങിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം അടിമാലിയിലെ മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ പെൻഷൻ മുടങ്ങിയതോടെ ഭിക്ഷയാചിച്ച് സമരം ചെയ്താണ് ഇവർ വാർത്തകളിൽ ശ്രദ്ധേയമായി മാറിയത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പെൻഷൻ പൂർണ്ണമായും കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ കഴിയാത്തത് എന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണവും ഹൈക്കോടതി തേടിയിട്ടുണ്ട്. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കും. ആ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമ്പോൾ എന്നത്തേക്ക് പെൻഷൻ നൽകാൻ ആകും എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകേണ്ടതുണ്ട്. അതേസമയം പെൻഷൻ നൽകാൻ സംസ്ഥാന സർക്കാരിന് ഫണ്ടിന്റെ അപര്യാപ്തത ഉണ്ട് എന്നും ഇന്ന് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. പ്രദീപ്, ഈ കേന്ദ്ര ഫണ്ട് വൈകുന്നതിൽ വിശദീകരണം നൽകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുണ്ടായോ? കേന്ദ്ര ഫണ്ട് വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ മറുപടി ഹൈക്കോടതിക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെയാണ് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര ഫണ്ട് കേരളത്തിന് നൽകേണ്ട കേന്ദ്ര ഫണ്ട് വൈകുന്നത് എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി നൽകും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമ്പോഴും വീണ്ടും സമയം നീട്ടി ചോദിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും തടി തപ്പുകയാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? എന്ന് വേണം കരുതാൻ. കാരണം മറിയക്കുട്ടിയുടെ ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ഇന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. മാത്രവുമല്ല, എന്ന് ഫണ്ട് നൽകാനാകും എന്ന് നിലവിലെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ സർക്കാരിന് കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 5 മാസത്തെ ക്ഷേമ പെൻഷനാണ് മറിയക്കുട്ടിക്ക് നൽകേണ്ടത്. ഇതുപോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ക്ഷേമ പെൻഷൻ നൽകാനുണ്ട്. സാമ്പത്തികമായ ചില അപര്യാപ്തതകളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് നേരത്തെയും കൂടാതെ ഇന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്നൊരു മറുപടി നൽകുക ഒരുപക്ഷെ പ്രായോഗികമാവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നീട്ടി ചോദിക്കുക എന്ന തന്ത്രം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പുറത്തെടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് എത്രമാത്രം വിജയിക്കും എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഹർജി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ